അമ്മ വിളിക്കുന്നു. വയ്യ. ഹലോ എന്തമ്മ? എൻ്റെ അമ്മ ഞാൻ അവിടെ പോയിട്ട് വിളിക്കാം. മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അമ്മ ഫോൺ വയ്ക്കി. 4 പാടുന്ന് വിളി വന്നോണ്ടിരിക്കുകയാണ്. അച്ഛൻ ടെൻഷൻ അടിക്കുക ചേട്ടൻ വരും. എപ്പാടാ? എന്റെ കാറ്റ് പോകുമ്പോഴാ? നിങ്ങൾ ഒരു അപശകനം പിടിച്ച വർത്താനം പറയല്ലേ? ഇല്ലടി, ഞാൻ തമാശയൊക്കെ പറഞ്ഞ് നിനക്കെ ഞാൻ സന്തോഷിപ്പിക്കാം. എടി സമയം എത്രയെന്നറിയാമോ? നിന്റെ അമ്മ ഇപ്പൊ വിളി തുടങ്ങും. ഇനിയിപ്പോ വീട്ടിൽ ചെല്ലുമ്പോ അച്ഛനോട് എന്ത് പറയുമെന്നാണോ? വീട്ടിൽ ചെല്ലുമ്പോഴാ ചെല്ലാൻ വേണ്ടി ചെറുക്കാൻ വേണ്ടി. ഈ ചെക്കനോടെന്ന് വെച്ചിട്ടുണ്ടെ എന്നെ മടിയിലിരിക്കണം അവൻ. ഒരുമാതിരി വർത്തമാനം പറയണ്ടല്ല, നീ വാങ്ങിക്കും കുട്ടമ്പള നമ്മളെ. ഓ പിന്നെ ഇങ്ങത്താ, ഞാൻ റെഡിയായി നിൽക്കാൻ വായിക്കാനായിട്ട്. ഈ ചെക്കൻ വരുമ്പോ വരട്ടെ, എനിക്ക് വയ്യ. വരുമ്പോ വരട്ടെന്നാ നീ പറഞ്ഞേട്ടാ? വരുമ്പോ വരട്ടെന്ന് അവൻ തോന്നിയ സമയത്ത് വന്നാലേ നീ കൊണ്ടുപോകാൻ ഞാൻ വരൂല. അമ്മ എന്താ ചേട്ടൻ എങ്ങോട്ടമ്മ പോയേ? എന്റെ കൊച്ച എനിക്ക് എങ്ങനെ അറിയാം? എന്റെ വയറ്റിപ്പറന്ന എല്ലാം എന്നെ കൊല്ലാൻ വേണ്ടി വിചാരിച്ച നാശങ്ങളാണ്. കൊല്ലാൻ വേണ്ടി ജനിച്ച നാശങ്ങളെന്നാ അമ്മ എന്തോ നാക്ക് കിട്ടാടാ. എടാ അവന്റെ ഓഫീസിലെ കൂട്ടുകാരന്മാരുണ്ടാ, ഏതിന് കിഴങ്ങന്മാരെ വിളിയടാ, വിളിച്ച അവിടെ ഉണ്ടാ നോക്കവേ. എടാ നിന്റെ ആ സുരേഷാണ് നമ്പർ ഉണ്ടാ? എന്റെ ഒന്നുമില്ല അമ്മ. അമ്മയുടെ ഉണ്ടോ അമ്മ? പിന്നെ അവന്റെ ഓഫീസിലെ നമ്പരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കല്ല, എനിക്ക് വേറെ പണിയൊന്നും ഇല്ല. ഇതവൻ മനഃപൂർവ്വം മാറിയിരിക്കുകയാണ് എന്നെ വട്ടളക്കാൻ വേണ്ടി. എന്നെ ടെൻഷൻ അടിച്ച് കൊല്ലണം. ഇനി വരട്ടെ, ഇനി വരട്ടെ. അമ്മ വിളിക്കണം. എടുത്ത് വിളിച്ച പറയടി. ചിലക്ക് ഇവിടെ ഇല്ല, പെണ്ണ് കാണാൻ പേടിച്ചങ്ങ് പടവലത്ത് പോയെന്ന് പറ. അവിടെ 10,000 വിളിച്ചിരിക്കുന്നു പറ. പോ. ആ നെയ്യാറ്റിക്കര 10,000 ഇല്ല, അവിടെ പോകാനുള്ള സമയം ആയില്ല, എത്തൂല ഇപ്പൊ. പോയാലും ആദ്യം നിങ്ങൾ തമ്മിലൊന്നും വഴക്കുണ്ടാക്കാതിരിക്കോ? അച്ഛാ സംഭവം മുടിഞ്ഞ മനഃപൂർവ്വം മാറിയിരിക്കണേയാണ്. അതുകൊണ്ടല്ലേ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് നോക്കുന്നത്. എല്ലാ വേറെ അങ്ങനെ ചെയ്ത് നോക്കൂ. നമുക്കിത് തന്നെ വേണം. ഇവളെന്ന് പറഞ്ഞ എവള് പറഞ്ഞടുത്തുനിന്ന് 1 സെന്റിമീറ്ററിൽ മാറൂലെന്ന്. തൃപ്തിയായിട്ട് എനിക്ക്. അച്ഛാ ഓൾറെഡി അമ്മ ടെൻഷൻ അടിച്ചിരിക്കുക. അതിന്റെ മണ്ടേ കൂടെ വീണ്ടും അച്ഛൻ ടെൻഷൻ അടിപ്പിക്കില്ലേ? അമ്മയ്ക്ക് എന്തിനാ ടെൻഷനായി? എനിക്കാണ് ടെൻഷനായി. എടി പടവലക്കാരി 3 പെണ്ണുങ്ങളെ കൊട്ടേഷനെ പിടിച്ചേറി പിടിച്ചത്. ഇന്നിനി എന്തായാലും ഉച്ചയ്ക്ക് അവിടെ എത്താൻ പറ്റില്ല, ഉറപ്പാണ്. വൈകുന്നേരം എത്താൻ പറ്റൂലേ? അവൻ ചെത്തിട്ട് എന്നിട്ട് തീരുമാനിക്കാം പോണാ വേണ്ടേന്ന്. പക്ഷെ എന്റെ ഒരു ദിവസത്തെ ശമ്പളവും പോയില്ലേ. ഞായറാഴ്ച ഓഫല്ലേ അച്ഛാ? എന്താടാ അമ്മ? എന്താ അമ്മ? തലവേദന എടുക്കണം. തലവേദന എടുക്കാൻ കിടക്കുന്നോടി. ഒന്നും മിണ്ടാതിരിക്കും, പോവണത്. ഇവിടുത്തെ ഇറങ്ങിയപ്പോഴേ വിചാരിച്ചു പോക്ക് കേസാണ്. അത് മൊത്തം കുടിക്കമ്മ. അമ്മ ടെൻഷൻ അടിക്കണ്ട. ചേട്ടൻ വരും, എവിടെങ്കിലും പെട്ടുപോയതായിരിക്കും. ഇനിയിപ്പോ വന്നിട്ട് എന്താന്ന് വെച്ചാ തീരുമാനിക്കാമേ. അവനെന്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നാ? ഇതൊന്നും പറയേയില്ല, എവിടെ പോയാടെന്നും അറിയില്ല, ഒരു മനസമാധാനം ഇല്ലാണ്ടായി. ഇഷ്ടമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു. ഇനി എന്തായാലും അമ്മ വിളിക്കൂല. പോണ കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ വെച്ചത്. അമ്മ എന്തൊക്കെയോ പറഞ്ഞ് ടെൻഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഒന്നും കേട്ടതുമില്ല. ഇനി എങ്ങനെ വിളിക്കും അമ്മേ? അമ്മ അച്ഛൻ തന്നെ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കണ്. അച്ഛൻ നെയ്യാറ്റിങ്ങരയിലൊക്കെ വിളിച്ചു പറഞ്ഞ് മുടിയെ ഒളിച്ചോടി പോയെന്ന്. ഈശ്വരാ, ചേട്ടനെ അടി കൊടുക്കണം. പാറു മിണ്ടായിരിക്കട്ടാ. ഇതേ പ്രശ്നം ഉണ്ടാക്കിയാ പിന്നെ അടി കൊടുക്കണ്ടേ? ഞാൻ കുഴിപ്പള്ളത്തെ അമ്മയടുത്ത് എന്ത് പറയും? അത് പെണ്ണിന്റെ വീട്ടിലെ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റി വിളിച്ചോറാ. പോയടേക്കാ മണ്ടത്തരം പറയാണ്ട്. അമ്മ നീയിപ്പോ അങ്ങ് എത്താൻ പറ്റൂലല്ലോ ഉച്ചക്ക്. ഉച്ചക്ക് ഇന്ന് പോകാൻ പറ്റുമോ? വൈകിട്ടെങ്കിലും എത്തും അവിടെ. അവ എവിടെ മുങ്ങി തന്നെ അടുത്ത രാത്രി ആകുമ്പം കയറി വരും. ആരെങ്കിലും അവന് കഥ തുറന്നു കൊടുത്താ അപ്പോഴാണ് ഇരിക്കുന്നത്. അവൻ കാരണം 3 കുടുംബങ്ങളുടെ കഷ്ടത്തിലാക്കിയത്. നിന്റെ മോനെ എന്റെ കൈ കിട്ടിട്ട് ഇടിച്ചിട്ട് അവന്റെ കൂമ്പിനെ ഞാൻ വട്ടും. അവന്റെ രക്തം മുഴുവൻ അവന്റെ വായി കൂടെ നോക്കി പിടിച്ചോളാം ഞാൻ. എന്റെ അച്ഛൻ മതി കിടന്ന് ബഹളം വെച്ചത്. ഇന്നിപ്പോ എന്തായാലും ഇന്നത്തെ പരിപാടി ക്യാൻസൽ ആയില്ലേ? ഇനിയിപ്പോ ചേട്ടൻ വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കാം. അയ്യോ ചേട്ടൻ വരുമ്പോ അമ്മയുടെ പറ മടി പിടിച്ചിരുത്താ. എന്നിട്ട് കൊഞ്ചിക്ക് മക്കളെ എവിടെ പോയടാ, നിന്റെ വിഷമം എന്താടാ, നീ ഉള്ളിലുള്ളത് പറ, തുറന്ന് പറ എന്നൊക്കെ ചോദിച്ചേ. എന്നിട്ട് പറയണം അടുത്ത ആഴ്ച നമുക്ക് വേറെ പെണ്ണ് കാണാൻ പോവാം. എന്നിട്ട് ബന്ധുക്കളെ നാട്ടുകാരൊക്കെ വിളിച്ചിട്ട് പിന്നെ വീണ്ടും ഇതുപോലെ കഷ്ടപ്പെടുത്താം എന്ന് പറഞ്ഞ കേട്ടാ. അച്ഛാ നമ്മളിങ്ങനെ മാറി തിരിഞ്ഞു കഴിഞ്ഞാൽ മുടിഞ്ഞാനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ട്? ചേട്ടൻ രാവിലെ മുന്നേ നല്ല ഡെസ്പായിരുന്നു. ചിലപ്പോൾ ചേട്ടൻ വേറെ വല്ല പ്രോബ്ലം ഉണ്ടെങ്കിലോ? എന്ത് പ്രോബ്ലം? ചേട്ടൻ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഓഫീസിൽ ചേട്ടൻ ഈ കാര്യങ്ങളായിട്ട് ക്ലയൻസിൻ്റെ അടുത്ത് കുറേ കാശിന് ഇടപാട് നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ചേട്ടനെ കാശ് കിട്ടിയപ്പോൾ ചേട്ടൻ വല്ലയിടത്തും മറച്ചിട്ട് ഇപ്പം തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ പെട്ടില്ലേ? നമ്മളെല്ലാ സൈഡും ചിന്തിക്കേണ്ട വെച്ചാ. അല്ലെങ്കിൽ മുടിഞ്ഞേട്ടൻ നമുക്ക് ഇത്രയും കഷ്ടത വരുന്ന കാര്യം ചെയ്യൂ. അല്ല അപ്പൊ അങ്ങനെ
അങ്ങനെ അല്ല അങ്ങനെ ആണെങ്കിലേ ആ. അല്ല അങ്ങനെ ആവും അങ്ങനെ ആണെങ്കിൽ എൻ്റെ അടുത്ത് വേണ്ട നിൻ്റെ അടുത്ത് പറയില്ലേ അല്ല നിൻ്റെ അടുത്ത് പറയുന്നില്ല നീ അല്ല അവൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പാതി നീ പറയില്ലേ ഞാനാ എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്നാലും ഇതിപ്പോൾ ആകെ പ്രശ്നമല്ല. ഇത് വേറെ ഒന്നുമില്ലടി അപ്പം മനഃപൂർവ്വം മാറിയിരിക്കുക തന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലേ എടാ അവന് കല്യാണം വേണ്ടെങ്കിൽ വേണ്ട. അച്ഛാ ഇനിയിപ്പൊ ചേട്ടൻ വരുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇവിടെ ആർക്ക് സമയം അവരുടെ പ്രശ്നം ഉണ്ടാക്കാൻ? ഇനി ഒരു കാര്യത്തിനുണ്ടേ എന്നെ വിളിച്ച പോരുന്നു. അയ്യേ അണിഞ്ഞൊരു ഇരിക്കണോ അത് മോനെ പെണ്ണെ അണിക്കേ പട്ടുസാരിയൊക്കെ വെച്ച്. അച്ഛൻ എന്തോന്ന് വെച്ചാ ഞാൻ അമ്മയ്ക്ക് ഓരോന്ന് പറഞ്ഞ് വയ്യാണ്ടാവൂട്ടാ. വയ്യാട്ടാവാൻ കിടക്കണേ ഉള്ളവള്. ഞാൻ ആ എഞ്ചിനീയർ വിളിക്കിട്ട് എൻ്റെ പണി പോകരുതല്ലേ. ചേട്ടൻ വരുമ്പോ സങ്കടപ്പെടല്ലേ. ആ സാറേ ഇല്ല സാറേ ഞാൻ നാളെ വരാം. അല്ല ഇന്നത്തെ കാര്യം നടന്നില്ല സാറേ. ഓ അല്ല അത് ഞാൻ വന്നിട്ട് പറയാം നേരിട്ട് പറയാം സാറേ. ഓ ശരി ശരി.